നമസ്കാരം. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ലൈംഗിക അതിക്രമം നടത്തിയതിന് മലയാളി വൈദികൻ കാനഡയിൽ അറസ്റ്റിൽ. കോഴിക്കോട് സ്വദേശിയും താമരശ്ശേരി രൂപത അംഗവുമായ ഫാദർ ജെയിംസ് ചേരിക്കലാണ് അറസ്റ്റിലായത്. ഇതേ തുടർന്ന് ടൊറന്റോ അതിരൂപത ഇദ്ദേഹത്തെ ശുശ്രൂഷ ചുമതലകളിൽ നിന്ന് നീക്കം ചെയ്തു. കഴിഞ്ഞ 3 പതിറ്റാണ്ടോളമായി കാനഡയിലെ വിവിധ ഇടവകളിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ഫാദർ ജെയിംസ്. ബ്രാംപ്ടണിലെ സെന്റ് ജെറോംസ് കത്തോലിക്ക പള്ളിയിൽ വികാരിയായി സേവനമനുഷ്ഠിക്കവെയാണ് ഇയാൾക്കെതിരെ പരാതി ഉയർന്നത്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് പീൽ റീജിയണൽ പോലീസ് ഇയാൾക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. ഡിസംബർ 18-നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ലൈംഗിക ദുരുദ്ദേശപരമായ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പരാതി ലഭിച്ച ഉടൻ തന്നെ സഭയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് ഫാദർ ജെയിംസിനെ എല്ലാ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് നീക്കം ചെയ്തതായി ടൊറന്റോ അതിരൂപത പ്രസ്താവനയിൽ അറിയിച്ചു. നിയമവ്യവസ്ഥ പ്രകാരം കുറ്റം തെളിയുന്നതുവരെ അദ്ദേഹം നിരപരാധിയായി കണക്കാക്കപ്പെടുമെന്നും എന്നാൽ ഇത്തരം ആരോപണങ്ങളെ സഭ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. 1997 മുതൽ കാനഡയിലെ വിവിധ പള്ളികളിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് ബ്രാംപ്ടണിലെ പള്ളിയിലെത്തിയത്. അറസ്റ്റിന് പിന്നാലെ ജെയിംസ് ചേരിക്കൽ വികാരിയായി സേവനമനുഷ്ഠിച്ചിരുന്ന ബ്രാംപ്ടണിലെ സെന്റ് ജെറോംസ് പള്ളിയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ വിശുദ്ധ കുർബാന റദ്ദാക്കി. കേരളത്തിൽ നിന്നുള്ള കത്തോലിക്ക കുടിയേറ്റക്കാർക്കായി സ്ഥാപിച്ച സീറോ മലബാർ മിഷനിലും ജെയിംസ് ചേരിക്കൽ പ്രവർത്തിച്ചിരുന്നു. കാനഡയിലേക്ക് പോകുന്നതിന് മുൻപ് ജെയിംസ് ചേരിക്കൽ താമരശ്ശേരി രൂപതയിലും വിവിധ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. കാനഡയിൽ സ്ഥിരതാമസമാക്കിയ മലയാളി കത്തോലിക്ക കുടുംബാംഗങ്ങൾക്കിടയിലും ഇദ്ദേഹം സുപരിചിതനായിരുന്നു. പ്രതി നേരത്തെ വിദേശത്തെ വിവിധ ചർച്ചകളിൽ സേവനം ചെയ്തിരുന്നു.